സൈനൈഡ് മോഹൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയെ തന്നെ വിറപ്പിച്ച ഏറ്റവും ക്രൂരനായ ഒരു കൊലയാളിയാണ്. 2003 മുതൽ 2009 വരെ 20-ലധികം സ്ത്രീകളെ ദയാരാഹിത്യങ്ങളില്ലാതെ കൊന്നു തള്ളിയ ഒരു നീചനായ കുറ്റവാളി. അതാണ് സൈനൈഡ് മോഹൻ എന്ന ദർലക്കട്ട മോഹൻകുമാർ. ഇത് 2009 സമയം 2009 ഒരു പെൺകുട്ടിയെ ദക്ഷിണ കർണാടകയിലെ ബെൻഡ്വാളിൽ നിന്ന് കാണാതാകുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സൈനൈഡ് മോഹൻ എന്ന കുറ്റവാളിയുടെ തനിനിറം വെളിച്ചത്ത് വരുന്നതും പിന്നീട് അയാൾ ചെയ്ത സീരിയൽ കില്ലിങ്ങുകൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. 2009 ഈ ദക്ഷിണ കന്നഡ ജില്ല, കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൻഡ്വാൾ താലൂക്കിൽ അനിത മുല്യ എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാതാവുന്നു. ഈ കാണാതായതിനു ശേഷം ഈ ദക്ഷിണ കന്നഡ എപ്പോഴും ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് ആരോപണങ്ങളൊക്കെ കേട്ടുകേൾവിയുള്ള ഒരു നാടാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വളരെ വളക്കൂറുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലവ് ജിഹാദ് ആരോപണമൊക്കെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിത മുല്യയെ കാണാതാവുന്നു. പോലീസ് അന്വേഷിച്ചിട്ടും അനിത മുല്യ എവിടെയാണെന്നുള്ളൊരു കാര്യത്തിൽ അവർക്കൊരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് പ്രദേശത്തെ സംഘപരിവാർ സംഘടനകൾ അത്തരത്തിൽ ഇതൊരു ലവ് ജിഹാദാണ്, പ്രദേശത്തെ ഈ അനിത മുല്യയെ തട്ടിക്കൊണ്ടുപോയത് അവിടുത്തെ ഒരു മുസ്ലിം ആളുകളാണെന്നൊരു രീതിയിലൊരു പ്രചാരണം അവിടെ കേന്ദ്രീകരിച്ചുണ്ടായി. അതിനെ തുടർന്ന് ഇതൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിക്കുന്നു.